ഹായ് ഫ്രണ്ട്സ്, ഒന്നും പറയാനില്ല. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ശ്രാവൺബെളഗോള എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹാസനിൽ നിന്നും ഒരു 65 കിലോമീറ്റർ ദൂരം. അവിടുത്തെ വിശേഷങ്ങളിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഒരു കരിങ്കൽ പാറയാണ്, വലിയൊരു മല. അപ്പോൾ അതിന് 700-ഓളം സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ അത് കയറി വേണം മുകളിലോട്ട്. അപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഇതാണ് കല്യാണി റിസർവയർ. ഇവിടുത്തെ തടാകമാണ്. ഇതാണ് എൻട്രൻസ്. അകത്തേക്ക് കയറാനുള്ള എൻട്രൻസ് ആണ് കേട്ടോ. വിന്ധ്യഗിരി മഹാദ്വാർ. ഈ ഗേറ്റിലൂടെയാണ് അകത്തേക്ക് നമുക്ക് കയറേണ്ടത് കേട്ടോ. ധാരാളം സോനി ഷോപ്പുകൾ എല്ലാം ഉണ്ട് ഇവിടെ കേട്ടോ. കുട്ടികളൊക്കെ മല കയറിയിട്ട് തിരിച്ചു വരുന്നതാണ്. നമ്മൾ മല കയറാൻ പോവുകയാണ്. നമ്മൾ ചെരുപ്പ് ഇവിടെ സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട്. കയറാൻ പറ്റാത്തവർക്ക് പല്ലക്ക് ഇവിടെ ഈ ഒരു സംവിധാനമുണ്ട്. ഇവിടെയാണ് ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലം കേട്ടോ. ഓരോരു ബാഗിലാണ് ഓരോരുത്തർ. ആണ് ಎರಡು ചെരുപ്പ് സൂക്ഷിക്കാൻ 10 രൂപ 2 പേർക്ക്. കർണാടക യാത്രയിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു സ്പെഷ്യൽ ഓട്ടോറിക്ഷയും അങ്ങനെ ഉരുളക്കിഴങ്ങ് പാടവും ഒക്കെ കണ്ട് ഹാസനിൽ മാർക്കറ്റൊക്കെ കറങ്ങി ഇപ്പോൾ ശ്രാവൺബെളഗോള എത്തിയിരിക്കുകയാണ്. ഈ പ്രദേശത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ കർണാടകയിലെ ഹാസൻ ജില്ലയിലെ ചെന്നരായ പട്ടണത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്, ചെറിയൊരു പട്ടണമാണ് ശ്രാവൺബെളഗോള. ശ്രാവൺബെളഗോള എന്ന് പറഞ്ഞാൽ വെളുത്ത സുന്ദരമായ ഒരു തടാകം എന്നാണ് അർത്ഥം വരുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് 145 കിലോമീറ്ററും ഹസനിൽ നിന്ന് 65 കിലോമീറ്ററുമാണ് ഇവിടത്തേക്കുള്ള ദൂരം. ജൈനമതത്തിലെ ഏറ്റവും പ്രധാനമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ശ്രാവൺബെളഗോളയിലാണ് ഗോമാതേശ്വര ബാഹുബലി പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. അത് 17 മീറ്ററാണ് ഉയരം, ഏകദേശം 57 അടി. ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഒറ്റക്കൽ പ്രതിമയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത്, അതായത് നമ്മളിപ്പോൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് വിന്ധ്യഗിരി കുന്നിൻ്റെ മുകളിലേക്കാണ്. വിന്ധ്യഗിരി കുന്നാണ് ഇത്. ഇതിന് മുകളിലാണ് ഈ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ 200 സ്റ്റെപ്പ് കയറിയപ്പോൾ ഇവിടെ ഒരു കവാടം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ 200 സ്റ്റെപ്പിൽ നിന്ന് ആൾക്കാർ, കുട്ടികൾ ഉണ്ടോ വേറെ യൂണിഫോമിൽ ഇറങ്ങി വരുവാണേ. കരിങ്കൽപ്പാറ ജൈനരുടെ ആദ്യ തീർത്ഥങ്കരനായ ഋഷഭന്റെ 100 പുത്രന്മാരിൽ രണ്ടാമനായ ബാഹുബലി അഥവാ ഗോമാതേശ്വരനോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതിന് ഗംഗാ സാമ്രാജ്യത്തിലെ ഒരു മന്ത്രിയും സൈന്യാധിപനുമായിരുന്ന ചാമുണ്ഡരായനാണ് 10ാം നൂറ്റാണ്ടിൽ ഈ പ്രതിമ സ്ഥാപിച്ചത്. 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാമസ്തകാഭിഷേകമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചടങ്ങും ലോകമെമ്പാടുമുള്ള ഭക്തരെ ആകർഷിക്കുന്നത്. സ്കൂൾ കുട്ടികളാണ് ഇറങ്ങി വരുന്നത്. അവർ കണ്ടിട്ട് വരുന്നവരാണ്. കുട്ടികൾ ഓടിക്കയറുന്നുണ്ടോ? അങ്ങനെ ഓടിക്കയറാൻ പാടില്ല, പെട്ടെന്ന് ഹെൽത്ത് ഇഷ്യൂസും വരാൻ സാധ്യതയുണ്ട്.
നന്നായി കാറ്റടിക്കുന്നുണ്ട് കേട്ടോ കുന്നിൻ്റെ മുകളിൽ. അതാണ് ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത്. നമുക്ക് 400 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. ഇവിടെ ഒരു പടിപ്പുരയുണ്ട്. ഇവിടുന്ന് കഴിഞ്ഞാണ് ബാക്കി വീണ്ടും തുടങ്ങുന്നത്. ഇവിടെ 2 കുന്നിന് മുകളിലായിട്ടാണ് ഈ ജൈന ക്ഷേത്രങ്ങൾ 2 സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് നേരെ കാണുന്നതാണ് ചന്ദ്രഗിരി കുന്നാണ്. നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് വിന്ധ്യഗിരി കുന്നാണ്. ഈ മല ഏകദേശം 30 കിലോമീറ്റർ ദൂരത്തു നിന്ന് നമുക്ക് ഈ പ്രതിമ കാണാൻ കഴിയും. അത്രയും ദൂരത്തുനിന്ന് ഹൈറ്റിലായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. എല്ലാ കോളേജ് സ്കൂൾ സ്റ്റുഡൻസ് ധാരാളം വന്നിട്ട് പോകുന്നുണ്ട്. ഇടയിൽ സ്വാമി ഭക്തന്മാർ അവർ വരുന്ന യാത്രയിൽ കവർ ചെയ്താണ് പോകുന്നത്. ഇവിടത്തെ എത്ര സ്റ്റെപ്പായി? എത്ര? 487. അപ്പോൾ 487 സ്റ്റെപ്പിലാണ് ഒരു പടിപ്പുര ഉള്ളത്. അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കേണ്ടവർക്ക് ഇവിടെ എടുക്കാം. ഇങ്ങനെ ഒരു പടിപ്പുര ഇവിടെ കിട്ടിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞാലുകൊണ്ടാണ് കേട്ടോ. ഒന്ന് റിലാക്സ് ചെയ്ത് പോകുന്നവർക്ക് ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാം. 500 സ്റ്റെപ്പ് കയറിയപ്പോൾ കാണുന്ന ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് പോലെ ഒന്ന് നിർമ്മിച്ചിട്ടുണ്ട്. ചെറിയൊരു മണ്ഡപം. ഇവിടെ ഇരുന്ന് നമുക്ക് താഴേക്കുള്ള വ്യൂസൊക്കെ കാണാൻ പറ്റും. താഴെയുള്ള സ്ഥലങ്ങളുടെ വ്യൂ ആണ്. ഇതുപോലുള്ള ഒരു ക്ഷേത്രം അവിടെ ഒരു ഓപ്പോസിറ്റ് പാറപ്പുറത്ത് ഇരിപ്പുണ്ട്. അഞ്ഞൂറ് സ്റ്റെപ്പ് കയറിയതിന് ശേഷം നമുക്ക് ഒരു ശ്രീബുദ്ധൻ്റെ ഒരു വിഗ്രഹം ഇതുപോലെ ഒന്നിവിടെ കാണാൻ പറ്റും. ഇനി അവിടെ നിന്ന് നമുക്ക് ഏകദേശം 250-250ഓളം സ്റ്റെപ്പ് ഇനിയും കയറാനുണ്ട് കേട്ടോ. കല്ല് കണ്ടോ, വലിയൊരു കല്ല് ഉരുണ്ട് വീഴാൻ പാകത്തിൽ നിൽക്കുകയാണ്. ആഹാ, വാ, വലിയൊരു കല്ല്. അതിൻ്റെ ക്യാമറയിലേക്ക് കവറാവുന്നില്ല, അത്രയും വലിയൊരു കല്ലാണ് കിടക്കണം. ആ ആൾക്കാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ആ വഴിയിലൂടെ ഇനി നമുക്ക് വീണ്ടും പോകണം. ചില ശിലാലിഖിതങ്ങൾ ഇവിടെ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ടാൻ വരുന്നത് കേട്ടോ. സ്റ്റാച്യൂയുടെ ചെസ്റ്റ് മുതൽ മുകളിലോട്ടുള്ള ഭാഗം കാണാൻ പറ്റുന്നുണ്ട്. തറയൊക്കെ കരിങ്കൽ പാകി വെടിപ്പാക്കിയാണ് കേട്ടോ. വലിയ ചുറ്റുമതിലൊക്കെ ഉണ്ട്. ഇതാണ് ഗോമാതേശ്വര പ്രതിമ. 17 മീറ്ററാണ് ഇത് ഉയരം. ഒറ്റക്കല്ലിലാണ് തീർത്തിരിക്കുന്നത്. ബാഹുബലി എന്ന് പറയും കേട്ടോ. 57 അടി ഉയരത്തിലാണ് ബുദ്ധൻ്റെ പ്രതിമ. നഗ്നമായി നിൽക്കുന്ന ഒരു പ്രതിമയാണ് ഇവിടെ. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ ഇതിൻ്റെ പാദം നിൽക്കുന്ന അവിടെ നിന്നാണ് കേട്ടോ, നടുമുറ്റത്തെന്ന് പറയും. അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 57 അടി ഉയരത്തിലാണ്, ഒറ്റക്കല്ലിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രത്യേക അനുഭവമാണ് കേട്ടോ.
എന്നുവെച്ചാൽ വളരെ സൈലൻ്റായ നമ്മൾ ഇത്രയും 750 സ്റ്റെപ്പ് കയറി കിതച്ചുകൊണ്ട് മുകളിൽ കയറിയിട്ടാകുമ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും പ്രത്യേക ഒരു തണുത്ത ഒരു അന്തരീക്ഷം, നല്ല സുഖമാണ് ഇവിടെ ഇരിക്കാൻ. ഒന്ന് മൈൻഡ് ഫ്രീ ആകുന്നത് പോലെ ഒരു 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 പ്രത്യേക ഒരു ഫീലാണ്. അപ്പോൾ ഇനി ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പം നമ്മൾ കാണുന്നത് കേട്ടോ. ഇനി 750 സ്റ്റെപ്പ് നമ്മൾ താഴോട്ട് ഇറങ്ങണം. ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. നമ്മളിങ്ങനെ ഇറങ്ങാൻ പോകണം കേട്ടോ. ഇനി നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങുവാണ്. ശരിക്കും സ്റ്റെപ്പ് കയറുന്നതിനെക്കാട്ട് ബുദ്ധിമുട്ടാണ് ഇറങ്ങാൻ. പെട്ടെന്ന് അങ്ങോട്ട് കയറി അങ്ങ് പോവാം. ഇറങ്ങുമ്പോഴേക്കും ഇങ്ങനെ ചില സ്റ്റെപ്പ് വലുത്, ചിലപ്പോൾ ചെറുത്, അങ്ങനെയൊക്കെയാണ്. സ്കൂൾ കുട്ടികളുടെ ഒരു ബാച്ച് കയറി വരുന്നുണ്ട്. നമ്മൾ ഇറങ്ങുവാണ്. ഇവിടം വരെ ഒരു ചെരിവ്, ഒരു നോർമൽ ചെരിവാണ്. ഇവിടുന്ന് അങ്ങോട്ട് ചെങ്കുത്തായിട്ടൊരു സ്റ്റെപ്പുകളാണ് കേട്ടോ. സ്ലിപ്പാവുകയാണെങ്കിൽ ഒറ്റയടിക്ക് താഴെ എത്തും. വളരെ ശ്രദ്ധിച്ച് വേണം മഴക്കാലത്തൊക്കെ കയറാൻ. അപ്പോൾ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മൊബൈൽ ക്യാമറ ഉപയോഗിക്കാം, പക്ഷേ വീഡിയോ ഉപയോഗിക്കാൻ പാടില്ല, ട്രൈപോഡ് ഉപയോഗിക്കാൻ പാടില്ല, ക്യാമറ മറ്റേ DSLR ഇങ്ങനെയുള്ള വീഡിയോഗ്രാഫിയും എല്ലാം നിരോധിച്ചിരിക്കുകയാണ്. പക്ഷേ മൊബൈൽ കൊണ്ട് നമുക്ക് ഓരോക്കെ അളവിലൊക്കെ നോക്കിയും കണ്ടുമൊക്കെ ഇങ്ങനെ ചെയ്യാം. പാടില്ല എന്നൊക്കെ അവർ പറയും, എന്നാലും നോക്കിയും കണ്ടൊക്കെ ചെയ്യാന്നേ ഉള്ളൂ. മറ്റല്ലാതെ DSLR ക്യാമറകൾ വീഡിയോഗ്രാഫി ഒക്കെ നിരോധിച്ചിരിക്കുകയാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവരുടെ സംരക്ഷണത്തിലാണ് ഈ പാറ, ഈ പ്രദേശം മൊത്തം. മുകളിലേക്ക് കയറുമ്പോൾ ഒരു കുപ്പി വെള്ളം കരുതുന്നത് നല്ലതാണ്. മുകളിൽ ഏറ്റവും ടോപ്പിൽ 750 സ്റ്റെപ്പ് കയറി മുകളിലെത്തിയാൽ ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആണ്. വേറെ സ്നാക്സ് ഐറ്റംസ്, പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുപോകാതെ ശ്രദ്ധിക്കുക. നേതൃത്വത്തിൻ്റെ നിയന്ത്രണത്തിൽ റൂമുകൾ ലഭ്യമാണ്. അതിന് പ്രത്യേകിച്ച് ഫീസ് ഒന്നും ഈടാക്കുന്നില്ല. അവൈലബിൾ അനുസരിച്ച് റൂമുകൾ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. നോർമൽ AC റൂമുണ്ട്, നോൺ AC റൂമുകളൊക്കെ ലഭ്യമാണ്. അത് അവരുടെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും. ചാർജ് ചെയ്യണോ വേണ്ടയോ ഒക്കെ ഓരോ സീസൺ അനുസരിച്ചായിരിക്കും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇവിടത്തേക്ക് റൂം, അതുപോലെ തന്നെ പ്രൈവറ്റ് അക്കോമഡേഷൻ, ഹോട്ടൽ, ടാക്സി സൗകര്യങ്ങൾ, കോമൺ ആയിട്ടുള്ള ബാത്റൂം ഫെസിലിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിനി 200 സ്റ്റെപ്പ് കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ നിരപ്പിൽ എത്താം. കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. പതുക്കെ കയറിയാൽ മതി. അങ്ങനെ ഹാർട്ടിനൊക്കെ പ്രോബ്ലം ഉള്ളവർ പതുക്കെ ശ്രദ്ധിച്ച് കയറണം. മെഡിക്കൽ ഫെസിലിറ്റി ഒന്നും മുകളിൽ ലഭ്യമല്ല. ട്രാക്കുകളോ റോഡോ അങ്ങനത്തെ കൺവെയർ ബെൽറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല ഇവിടെ. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങി തന്നെ വരണം. അതുകൊണ്ട് അവരുടെ ആരോഗ്യത്തിന് അനുസരിച്ച് മാത്രം മുകളിലേക്ക് കയറുക. താഴെ ഷോപ്പുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതാണ് ബാഹുബലി സർക്കിൾ കേട്ടോ. എല്ലാം ലഭ്യമാണ്. ഇതൊക്കെ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. ഇതൊക്കെ വാഹനങ്ങൾ വെക്കാം. പാർക്കിംഗ് ഫീസ് ഉണ്ട്. ചായ ചീറ്റാ ഇരിക്കാം.
സാറില്ല മസാല വട ഇതാണ് ഇവിടുത്തെ മസാല വട കേട്ടോ. മസാല വട അദ്ദേഹം ചായ സ്പെഷ്യലായിട്ട് രണ്ടെണ്ണം ഉണ്ടാക്കുന്നുണ്ട്. ഈ മസാല വട എടുത്തു നോക്കാം. മസാല എന്ന് പറയുമ്പോഴേക്കും ഇതിനകത്ത് മല്ലിയില ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. ഓക്കെ, ചെറിയ പൊടിമക്കൾ ഈ മലയുടെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് വരുവാണ് കേട്ടോ. ഈ പൊടി കുട്ടികൾക്ക് കയറാൻ പറ്റുവാണെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും കയറാൻ പറ്റും കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ കണ്ട് പറഞ്ഞ പോലെ പേടിക്കൊന്നും വേണ്ട, സുഖമായിട്ട് കയറാൻ പറ്റും. നമ്മൾ അരമണിക്കൂർ കൊണ്ട് കയറുകയും ചെയ്തു ഇറങ്ങുകയും ചെയ്തു. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് എന്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ 3 മണിയാകാൻ പോകുന്നു. അപ്പോൾ ഇവിടെ നിന്ന് 230 കിലോമീറ്ററാണ് നാട്ടിലേക്കുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റിട്ടേൺ പോവുകയാണ്. അപ്പോൾ കർണാടക പരിപാടി ഇവിടെ വരെ ആയിരുന്നു നമ്മുടെ പ്ലാൻ. അപ്പോൾ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആയി ഭംഗിയായിട്ട് ഇവിടെ വരെ എത്തി. അപ്പോൾ ഇനി വരുന്ന വഴിയിൽ വെച്ച് നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം കിട്ടുവാണെങ്കിൽ അതുകൂടി മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി കവർ ചെയ്യുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാൻ ചെയ്തിരുന്നല്ലോ, അത് മുൻകൂട്ടി പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഇവിടെ വരെ ആയിരുന്നു നമ്മൾ പ്ലാനിലുണ്ടായിരുന്നത്. ശ്രാവൺ ബെളഗോള നമ്മുടെ ഗോമട്ടേശ്വര സ്റ്റാച്യു വരെ. അപ്പോൾ ഇവിടെ വരെ നമ്മളിപ്പോൾ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് ഇനി നാട്ടിലേക്കാണ് പോകേണ്ടത്. ഇവിടുന്ന് 250 കിലോമീറ്ററാണ് വീട്ടിലേക്കുള്ളത്. അപ്പോൾ ഇപ്പോൾ 3 മണിയായി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ വണ്ടി തിരിക്കുവാണ്. അപ്പോൾ ഇനി വഴിയിൽ വല്ല പരിപാടിയൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതുകൂടെ കവർ ചെയ്ത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണിക്കുന്നതായിരിക്കും. അപ്പം ഇതുവരെ ഭംഗിയായി കാര്യങ്ങൾ നടന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പോൾ തിരിക്കുകയാണ്. ഓക്കെ, ബൈ.